ഹലോ എവരിവൺ, ദിശ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. RRB NTPC JEE എക്സാമിന് വേണ്ടിയിട്ട് സ്ട്രാറ്റജിക്കിന്റെ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളുമായിരിക്കും ഇന്ന് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഓർക്കുക, റിലേറ്റ് ചെയ്ത് പറയുന്ന ഓരോ പോയിന്റ്സുകളും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രോപ്പർലി നോട്ട് പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, പറയുന്ന അഡീഷണൽ, അതായത് ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ നോട്ട് ചെയ്ത് പോകാതെ പറയുന്ന അഡീഷണൽ പോയിന്റ്സ് കൂടെ നോട്ട് ചെയ്ത് പോകണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെയാണ്: ആസ് പെർ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഇൻ ഇന്ത്യ ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് പെയർ ആസ് പെർ ദ ഇയർ ഓഫ് ഇൻക്ലൂഷൻ. അതായത് 4 ഓപ്ഷൻസ് ഉണ്ട്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ഇവയെ ആഡ് ചെയ്തതിൽ വർഷത്തിൽ ഇൻകറക്റ്റ് പെയർ ആയിട്ടുള്ളത് ഏതാണ്? അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഫ്യൂച്ചറിലേക്ക് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട പ്ലേസസ് അല്ലെങ്കിൽ മോണുമെന്റ്സിനെയാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ യുനെസ്കോയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ യുനെസ്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? യുണൈറ്റഡ് നേഷൻസ്. ഓക്കെ, യുനെസ്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ് കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ് കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഓക്കെ, യുനെസ്കോയുടെ ഫുൾ ഫോം യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ്. യുനെസ്കോ ഫോം ചെയ്യുന്ന വർഷം അറിയണം. ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. യുനെസ്കോ ഫോം ചെയ്യുന്ന വർഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചോളുക, അത് 1945 ഓക്കെ, യുനെസ്കോ ഫോം ചെയ്ത വർഷം എന്നാണ് 1945. ഇനി യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഫ്രാൻസിലെ പാരീസിലാണ്. ഓക്കെ, യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? ഫ്രാൻസിലെ പാരീസിലാണ്. ഇന്ത്യയിൽ നിന്നും ഇതുവരെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് 43 പ്ലേസ് അല്ലെങ്കിൽ 43 മോണുമെന്റ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വരും, നോട്ട് ചെയ്തോളുക. ഇന്ത്യയിൽ നിന്നും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് പ്ലേസസ് അല്ലെങ്കിൽ മോണുമെന്റ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 43 ആണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഫ്യൂച്ചറിലേക്ക് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട പ്ലേസസ് അല്ലെങ്കിൽ മോണുമെന്റ്സിനെയാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നില്ലേ. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത് 1983 ഏത് വർഷമാണ്? 1983. അപ്പൊ ഇന്ത്യയിൽ നിന്ന് പ്ലേസ് അല്ലെങ്കിൽ മോണുമെന്റ്സിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഏത് വർഷമാണ്? 1983. വർഷം ചോദ്യം വരും. ഓക്കെ, ഈ 1983 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണെന്ന് കൂടി അറിയണം. അത് എന്തിനൊക്കെയാണ്? അജന്ത കേവ്സ്, എല്ലോറ കേവ്സ്, അജന്ത കേവ്സ്, എല്ലോറ കേവ്സ്, ആഗ്ര ഫോർട്ട്, താജ്മഹൽ. ഓക്കെ, 1983 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത് അജന്ത കേവ്സ്, എല്ലോറ കേവ്സ്, ആഗ്ര ഫോർട്ട്, താജ്മഹൽ. ഇതിൽ അജന്ത കേവ്സ്, എല്ലോറ കേവ്സ് എവിടെയാണെന്ന് അറിയാം? മഹാരാഷ്ട്രയിലും. ആഗ്ര ഫോർട്ടും താജ്മഹലും എവിടെയാണ്? ഉത്തർപ്രദേശിലുമാണ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം എന്നാണ്? 1983. അജന്ത കേവ്സ്, എല്ലോറ കേവ്സ് മഹാരാഷ്ട്രയിലും, ആഗ്ര ഫോർട്ടും താജ്മഹലും എവിടെയാണ്? ഉത്തർപ്രദേശിലുമാണ്. ഈ 4നെയുമാണ് ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത്. വർഷം മറക്കണ്ട എന്നാണ്, 1983. ഓക്കെ, അതോടെ ക്ലിയർ ആയല്ലോ. ഇനി ഓർക്കേണ്ടത് നമുക്കിവിടെ ഇൻകറക്റ്റ് പെയർ ഏതാണെന്നാണ് വേണ്ടത് അല്ലേ. ഇപ്പോ ആഗ്ര ഫോർട്ട് ഉത്തർപ്രദേശ് എന്നുള്ളത് ഏത് വർഷം തന്നെയാണ് ആഡ് ചെയ്തത്? 1983 കേട്ടോ. 1983 ആഗ്ര ഫോർട്ടിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത്. ദെൻ റെഡ് ഫോർട്ടിനെ ആണെങ്കിൽ എന്നാണ്? 2007. നമ്മൾ ഓൾറെഡി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് പ്രോപ്പർ ഓർഡറിൽ തന്നെ നമ്മുടെ യൂട്യൂബിലെ പ്ലേലിസ്റ്റിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ബേസ് ആയിരിക്കും, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളുമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആഗ്ര ഫോർട്ടിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്തത് എന്നാണ്? 1983.
റെഡ് ഫോർട്ടിനെ എന്നാണ് 2007 ഫത്തേപൂർ സിക്രിയെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത് 1986 ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന സിറ്റിയാണ്. ഇതിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത് എന്നാണ് 1986 ഓക്കെ. അപ്പൊ അവിടെ തെറ്റായിട്ടുള്ള ഏതാണ്? സാഞ്ചി സ്തൂപ. ഓക്കെ, സാഞ്ചി സ്തൂപത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം മറക്കണ്ട, അത് 1989. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ, ഈ വർഷം സ്ട്രെസ് ചെയ്ത് തന്നെ പഠിച്ചോ. സാഞ്ചി സ്തൂപത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം എന്നാണ് 1989. ഓക്കെ, 1989 സാഞ്ചി സ്തൂപത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം എന്നാണ് 1989. 1982 വേറൊരു പ്രത്യേകത അറിയാലോ. WWW ഇല്ലേ, ആര്? ടിം ബെർണേഴ്സ്-ലീ ഇല്ലേ, ടിം ബെർണേഴ്സ്-ലീ WWW ഏത് വർഷമാണ്? 1989. ഓക്കെ, അത് ഓൾറെഡി ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യം കൂടി നമുക്ക് നോക്കാനുണ്ട്. ഇവിടെ കണ്ടോ, റെഡ് ഫോർട്ട് ഡൽഹി 2007, അത് കറക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞ സാഞ്ചി സ്തൂപ അല്ലെ, സാഞ്ചി സ്തൂപത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്തത് എന്താണെന്ന് പറഞ്ഞു? 1989 പറഞ്ഞു. എന്താണ്? 1989. ഈ സാഞ്ചി സ്തൂപം ബിൽറ്റ് ചെയ്യുന്നത് ആരാണെന്ന് അറിയണം. ആരാണ്? അശോകനാണ്. ഓക്കെ, അപ്പൊ സാഞ്ചി സ്തൂപ, ദമക് സ്തൂപ ഇത് രണ്ടും ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? അശോകനാണ്. ഓക്കെ, സാഞ്ചി സ്തൂപ അതുപോലെ തന്നെ ദമക് സ്തൂപ. ഓക്കെ, സാഞ്ചി സ്തൂപ, ദമക് സ്തൂപ ഇത് രണ്ടും ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? അശോകനാണ്. സാഞ്ചി സ്തൂപവും ദമക് സ്തൂപവും രണ്ടും ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? അശോകനാണ്. അതിൽ സാഞ്ചി സ്തൂപ ആണെങ്കിൽ മധ്യപ്രദേശിലും ദമക് സ്തൂപ ആണെങ്കിൽ എവിടെയുമാണ്? ഉത്തർപ്രദേശിലുമാണ്. അറിയണം, സാഞ്ചി സ്തൂപവും ദമക് സ്തൂപവും രണ്ടും ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? അശോകനാണ്. സാഞ്ചി സ്തൂപ ആണെങ്കിൽ മധ്യപ്രദേശിലും ദമക് സ്തൂപ ആണെങ്കിൽ എവിടെയുമാണ്? ഉത്തർപ്രദേശിലും. സാഞ്ചി സ്തൂപത്തെ ബേസ് ചെയ്ത് എഗെയിൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സാഞ്ചി സ്തൂപം എവിടെയാണ്? മധ്യപ്രദേശില്. ഈ സാഞ്ചി സ്തൂപം ബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് അറിയാം? അശോകനാണെന്നും അറിയാം. സാഞ്ചി സ്തൂപം ഡിസ്കവേർഡ് ചെയ്യുന്ന ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സാഞ്ചി സ്തൂപം ഡിസ്കവേർഡ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഹെൻറി ടൈലർ ആണ്. ഓക്കെ, സാഞ്ചി സ്തൂപം ഡിസ്കവേർഡ് ചെയ്യുന്ന ആരാണ്? ഹെൻറി ടൈലർ ആണ്. സാഞ്ചി സ്തൂപം ഹെൻറി ടൈലർ ഡിസ്കവർ ചെയ്യുന്ന വർഷം അറിയണം, 1818. രണ്ടും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സാഞ്ചി സ്തൂപം ഡിസ്കവർ ചെയ്യുന്ന ആരാണ്? ഹെൻറി ടൈലർ ഇൻ ദ ഇയർ 1818. മറക്കാതെ ഓർക്കുക, സാഞ്ചി സ്തൂപത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം 1989. സാഞ്ചി സ്തൂപ ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? അശോകനാണ്. 1818 സാഞ്ചി സ്തൂപ ഡിസ്കവേർഡ് ചെയ്യുന്ന ആരാണ്? ഹെൻറി ടൈലർ. സാഞ്ചി സ്തൂപം ദമക് സ്തൂപ അശോകൻ ബിൽറ്റ് ചെയ്യുന്നു. സാഞ്ചി സ്തൂപ ആണെങ്കിൽ മധ്യപ്രദേശിലും ദമക് സ്തൂപയാണെങ്കിൽ എവിടെയുമാണ്? ഉത്തർപ്രദേശിലുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ യുനെസ്കോ ലിസ്റ്റ് ഓഫ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ ഇന്ത്യ? 4 പ്ലേസസ് ഉണ്ട്. ഇതിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വരാത്തത് ഏതാണ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൽ ഖജുറാവോ എവിടെയാണ്? ഖജുറാവോ മധ്യപ്രദേശിലാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഖജുറാവോയെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഖജുറാവോ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ആഡ് ചെയ്യുന്ന വർഷം എന്നാണ്? 1986. ബിംബേത്ക കേവ് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ബിംബേത്ക കേവിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം 2003. എന്നാണ്? 2003. സാഞ്ചി സ്തൂപം എവിടെയാണെന്ന് അറിയാം? മധ്യപ്രദേശിലാണെന്ന് അറിയാം. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം 1989. പിന്നെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്ത ഓപ്ഷനിലുള്ള ഏതാണ്? ആനന്ദ ഭവനാണ്. ഓക്കെ, അപ്പൊ ഈ 3 വർഷങ്ങളും നമുക്ക് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോ ഖജുറാവോ ആണെങ്കിൽ എവിടെയാണ്? മധ്യപ്രദേശില്. 1986 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നു. ബിംബേത്ക ആണെങ്കിൽ എവിടെയാണ്? ബിംബേത്ക കേവ്സ് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. 2003 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നു. ദെൻ സാഞ്ചി സ്തൂപ എവിടെയാണ്? മധ്യപ്രദേശിൽ. 1989 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത്. ഖജുറാവോയെ 1986 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ആഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഖജുറാവോ മധ്യപ്രദേശിലാണെന്ന് നമുക്കറിയാം. എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഖജുറാവോ ടെമ്പിൾസ് ബിൽറ്റ് ചെയ്യുന്ന ഡൈനാസ്റ്റി ഏതാണെന്ന്. സോ അത് ക്ലിയർലി പഠിക്കുക. ഖജുറാവോ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ഡൈനാസ്റ്റി ഏതാണ്? ചണ്ടേല ഡൈനാസ്റ്റി ആണ് കേട്ടോ.
ഖജുറാഹോ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ഡൈനാസ്റ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഇതിന് ആൻസർ ചണ്ടേല ഡൈനാസ്റ്റി ആണ്. ഓക്കെ, ഖജുറാഹോ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ഡൈനാസ്റ്റി ഏതാണ്? ചണ്ടേല ഡൈനാസ്റ്റി ആണ്. ഭിംബേത്ക കേവ് മധ്യപ്രദേശിലാണെന്ന് അറിയാം. ഈ ഭിംബേത്ക കേവ് എന്തിനാണ് ഫേമസ്? റോക്ക് പെയിന്റിങ്സിനാണ് കേട്ടോ. ഭിംബേത്ക കേവ് എന്തിനാണ് ഫേമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ റോക്ക് പെയിന്റിങ്സിന് ഫേമസ് ആണ്. ഓക്കെ, ഭിംബേത്ക കേവ് റോക്ക് പെയിന്റിങ്സിന് ഫേമസ് ആണ്. ഈ ഭിംബേത്ക കേവ് ഡിസ്കവേർഡ് ചെയ്യുന്ന ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, ഭിംബേത്ക കേവ് ഡിസ്കവേർഡ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ വക്കനാക്കർ ആണ് കേട്ടോ. ഓക്കെ, ഭിംബേത്ക കേവ്സ് ഡിസ്കവേർഡ് ചെയ്യുന്ന ആരാണ്? വക്കനാക്കർ ഇൻ ദ ഇയർ 1957-58. ഓക്കെ, ഈ ഒരു ടൈം പീരീഡിൽ ഭിംബേത്ക കേവ്സ് ഡിസ്കവേർഡ് ചെയ്യുന്ന ആരാണ്? വക്കനാക്കർ ആണ്. ഭിംബേത്ക കേവ്സ് ഫേമസ് ഫോർ റോക്ക് പെയിന്റിങ്സ്. ഡയറക്ട്ലി ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. സാഞ്ചി സ്തൂപത്തെ ബേസ് ചെയ്ത് ഓർക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഓർക്കാലോ. 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ആഡ് ചെയ്ത ഏതിനാണ്? ആനന്ദ് ഭവൻ ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷനിലുള്ളത് ഖജുറാഹോ മധ്യപ്രദേശിലാണെന്ന് അറിയാം. 1986 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്തെന്ന് അറിയാം. അപ്പൊ ഖജുറാഹോ ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ഡൈനാസ്റ്റി ഏതാണ്? അത് ചണ്ടേല ഡൈനാസ്റ്റി ആണ്. ഭിംബേത്ക കേവ് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഭിംബേത്ക കേവ്സിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത് 2003 ഭിംബേത്ക കേവ്സ് റോക്ക് പെയിന്റിങ്സ് ആണ്. ഈ ഭിംബേത്ക കേവ്സ് ഡിസ്കവേർഡ് ചെയ്യുന്നത് വക്കനാക്കർ ഇൻ ദ ഇയർ 1957-1958 ടൈം പീരീഡിൽ. സാഞ്ചി സ്തൂപ 1989 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതിപ്പം 2021 NTPC എക്സാം ആണെങ്കിൽ 2021 നടന്നിട്ടുണ്ടായിരുന്നത്. 2019 നോട്ടിഫിക്കേഷൻ വന്നിട്ട് അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ആസ് ഓഫ് ജാനുവരി 2021 ഹൗ മെനി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഡസ് ഇന്ത്യ ഹൗ? ഇതിപ്പോ 2001 ആയിരിക്കില്ല ചോദിക്കുന്നത്. കറന്റ്ലി നമുക്ക് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എത്ര എണ്ണം ഉണ്ട്? കറന്റ്ലി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എത്ര എണ്ണം ഉണ്ട്? എത്ര എണ്ണമാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 43 സൈറ്റുകളാണ്. ഓക്കെ, ഇന്ത്യയിൽ നിന്നും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ സൈറ്റുകൾ എത്ര എണ്ണമാണ്? 43. നമ്പർ മറക്കണ്ട, ക്വസ്റ്റ്യൻ വരും. ഓക്കെ, 43. ഇങ്ങനെ ഈ 43 സൈറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ തന്നെ കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ളവയുണ്ട്. ഓക്കെ, കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ളവയുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ ഇമ്പോർട്ടൻസ് ഉള്ളവയുണ്ട്. ഓക്കെ, കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ളവയുണ്ട്, നാച്ചുറൽ ഇമ്പോർട്ടൻസ് ഉള്ളവയുണ്ട്. അതുപോലെ തന്നെ മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റും ഉണ്ട്. ഓക്കെ, കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ളവയുണ്ട്, നാച്ചുറൽ ഇമ്പോർട്ടൻസ് ഉള്ളവയുണ്ട്, അതുപോലെ തന്നെ മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റും ഉണ്ട്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഈ 43ൽ 7 എന്ന് പറയുന്നത് നാച്ചുറൽ സൈറ്റുകളാണ്, 35 എന്ന് പറയുന്നത് കൾച്ചറൽ സൈറ്റുകളാണ്, റിമൈനിങ് 1 എന്ന് പറയുന്നതാണ് മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. അപ്പൊ ഇന്ത്യയിലുള്ള ഒരേ ഒരു മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് മാത്രം. അപ്പൊ എന്താണ് മിക്സഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ. ഓക്കെ, ബോത്ത് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ, കൾച്ചറലും ആണ് നാച്ചുറലും ആണ്. അതാണ് എന്തെന്ന് പറയുന്നത്? മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള എത്ര എണ്ണമാണ്? എത്ര മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റാ? 1. അതുകൊണ്ട് തന്നെ ആ ഒരെണ്ണം ഏതാണെന്ന് നമ്മൾ അറിയണം അല്ലേ? ഇന്ത്യയിലുള്ള ഒരേ ഒരു മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് ആണ് കേട്ടോ. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക്, കാഞ്ചൻജംഗ നാഷണൽ പാർക്ക്. ഈ കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? സിക്കിമിലാണ്. ഓക്കെ, കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എവിടെയാണ്? സിക്കിമിലാണ്. അറിയുക, ഇന്ത്യയിലുള്ള ഒരേ ഒരു മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞു. അത് സിക്കിമിലാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ കാഞ്ചൻജംഗ നാഷണൽ പാർക്കിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ആഡ് ചെയ്ത വർഷം മറക്കാതെ ഓർക്കുക. എന്നാണ്? അത് 2016 ഓക്കെ, അപ്പൊ ഇതുവരെ ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് സൈറ്റ്സ് എന്ന് പറയുന്നത് 43. കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ളവ, നാച്ചുറൽ ഇമ്പോർട്ടൻസ് ഉള്ളവ ആൻഡ് ഓൾസോ മിക്സഡ്. കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ള 35, നാച്ചുറൽ ഇമ്പോർട്ടൻസ് ഉള്ള 7, റിമൈനിങ് 1 എന്ന് പറയുന്നത് മിക്സഡ്. ഓർക്കുക, മിക്സഡ് എന്ന് പറയുമ്പോൾ ബോത്ത് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ആണ്. ഇത്തരത്തിൽ ഇന്ത്യയിലുള്ള ഒരേ ഒരു മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് ആണ്. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എവിടെയാണ്? സിക്കിമില്.
കാഞ്ചൻജംഗ നാഷണൽ പാർക്കിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം മറക്കണ്ട എന്നാണ് 2016 ഓക്കെ. കാഞ്ചൻജംഗ നാഷണൽ പാർക്കിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം എന്നാണ് 2016 ഓക്കെ. അവിടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞില്ല, അതുകൂടി അങ്ങ് പറഞ്ഞേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ടോട്ടൽ 43 അല്ലേ, 43 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിലെപ്പോഴും ഈ ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നവ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ 43rd യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഏതെങ്കിലുമൊക്കെ ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. 43ാമത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ആഡ് ചെയ്തത് എന്തിനാണ്? 43rd യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ചെറാഡിയോ മൊയ്ഡാംസിനെയാണ് കേട്ടോ. ചെറാഡിയോ മൊയ്ഡാംസിനെയാണ്. ഓക്കെ, ചെറാഡിയോ മൊയ്ഡാംസ്. ഈ ചെറാഡിയോ മൊയ്ഡാംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസാമിലെ തന്നെ അഹോം ഡൈനാസ്റ്റിയുടെ ബറിയൽ പ്ലേസ് ആണ് എന്ത്? ചെറാഡിയോ മൊയ്ഡാംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 43ാമത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ആഡ് ചെയ്ത് എന്തിനാ? ചെറാഡിയോ മൊയ്ഡാംസിനെയാണ്. ഓക്കെ, 43rd യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്നും ആഡ് ചെയ്തിട്ടുള്ളത് മറക്കാതെ ഓർത്തോളുക, ചെറാഡിയോ മൊയ്ഡാംസ് ആണ്. ഈ ചെറാഡിയോ മൊയ്ഡാംസ് എന്ന് പറയുന്നത് ആസാമിലെ അഹോം ഡൈനാസ്റ്റി. അപ്പൊ നമ്മുടെ എക്സാമിന് വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അഹോം ഡൈനാസ്റ്റി റൂൾ ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ്? ഏതാണ്? ആസാം. അപ്പൊ ആസാമിലെ അഹോം ഡൈനാസ്റ്റി, ഓക്കെ, ആസാമിലെ അഹോം ഡൈനാസ്റ്റിയുടെ ബറിയൽ പ്ലേസ്, ഓക്കെ, ആസാമിലെ അഹോം ഡൈനാസ്റ്റിയുടെ ബറിയൽ പ്ലേസ് ആണ് എന്ത്? ചെറാഡിയോ മൊയ്ഡാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ഇതുവരെ ആഡ് ചെയ്തിട്ടുള്ള എത്രയാണ്? 43. ഇതിൽ 43ാമത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ചെറാഡിയോ മൊയ്ഡാംസിനെയാണ്. ചെറാഡിയോ മൊയ്ഡാംസ് എന്ന് പറയുമ്പോൾ ആസാമിൽ തന്നെ അഹോം ഡൈനാസ്റ്റിയുടെ ബറിയൽ പ്ലേസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്ത് വിച്ച് സ്റ്റേറ്റ് ഈസ് നബക്കലെ ബാര ഫെസ്റ്റിവൽ അസോസിയേറ്റഡ് വിത്ത്? നബക്കലെ ബാര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നത് 2021 NTPC എക്സാമിന്റെ ടൈമിലാണ്. പക്ഷെ ആ NTPC എക്സാമിന്റെ സമയത്ത് അതിനുശേഷം വന്നിട്ടുള്ള എല്ലാ എക്സാമിനും, അത് SSC RRB എല്ലാ എക്സാമിനും ഈ ഒരു ഫെസ്റ്റിവൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നബക്കലെ ബാര ഫെസ്റ്റിവൽ അല്ലേ, നബക്കലെ ബാര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? ഒഡീഷയാണ്. ഓക്കെ, നബക്കലെ ബാര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? ഒഡീഷയാണ്. ഓക്കെ, നബക്കലെ ബാര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? ഒഡീഷ. ഒഡീഷയിലെ പുരി ജഗന്നാഥ് ടെമ്പിളിലാണ് നബക്കലെ ബാര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒഡീഷയിലെ പുരി ജഗന്നാഥ് ടെമ്പിളിലാണ് നബക്കലെ ബാര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒഡീഷയിലെ പുരി ജഗന്നാഥ് ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് അറിയണം? ആനന്ദവർമ്മൻ. ഓക്കെ, ഒഡീഷയിലെ പുരി ജഗന്നാഥ് ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് അറിയണം? ആരാണ്? ആനന്ദവർമ്മൻ. ആനന്ദവർമ്മൻ ഏത് ഡൈനാസ്റ്റിയിലെ റൂളർ ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഏതാണ്? ഗംഗ ഡൈനാസ്റ്റിയാണ്. ഓക്കെ, ഗംഗ ഡൈനാസ്റ്റി. അപ്പോൾ നബക്കലെ ബാര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? ഒഡീഷ. ഒഡീഷയിലെ പുരി ജഗന്നാഥ് ടെമ്പിളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഇത് നബക്കലെ ബാര ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇനി പുരി ജഗന്നാഥ് ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദവർമ്മൻ. ആനന്ദവർമ്മൻ ഏത് ഡൈനാസ്റ്റിയിലെ റൂളർ ആണ്? ഗംഗ ഡൈനാസ്റ്റി. വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്ന ടെമ്പിൾ ആണ് ഇത് പുരി ജഗന്നാഥ് ടെമ്പിൾ. ഓക്കെ, വൈറ്റ് പഗോഡ, പഗോഡ എന്നുള്ള ക്ഷേത്രം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്ന ടെമ്പിൾ ആണ് ഇത് പുരി ജഗന്നാഥ് ടെമ്പിൾ. വൈറ്റ് പഗോഡ എന്ന് പുരി ജഗന്നാഥ് ടെമ്പിളിനെ അറിയപ്പെടുമ്പോൾ ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ടെമ്പിൾ ആണ് കൊണാർക്ക് സൺ ടെമ്പിൾ. ഓക്കെ, വൈറ്റ് പഗോഡ എന്ന് പുരി ജഗന്നാഥ് ടെമ്പിളിനെ അറിയപ്പെടുമ്പോൾ ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ടെമ്പിൾ ആണ് ഇത് കൊണാർക്ക് സൺ ടെമ്പിൾ. കൊണാർക്ക് സൺ ടെമ്പിൾ. വൈറ്റ് പഗോഡ എന്ന് പുരി ജഗന്നാഥ് ടെമ്പിളിനെ അറിയപ്പെടുമ്പോൾ ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ടെമ്പിൾ ആണ് ഇത് കൊണാർക്ക് സൺ ടെമ്പിൾ. അവിടെ നിന്ന് അഗൈൻ ക്വസ്റ്റ്യൻ വന്നു, കൊണാർക്ക് സൺ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ നരസിംഹ ദേവ. ഓക്കെ, കൊണാർക്ക് സൺ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ നരസിംഹ ദേവ. സ്ലൈഡിൽ പറഞ്ഞ ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെ നോട്ട് ചെയ്ത് പഠിച്ചോണേ. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നബക്കലെ ബാര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷ. ഒഡീഷയിലെ പുരി ജഗന്നാഥ് ടെമ്പിളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് നബക്കലെ ബാര ഫെസ്റ്റിവൽ.
അങ്ങനെയാണെങ്കിൽ പുരി ജഗന്നാഥ് ടെമ്പിൾ ബിൽഡ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ആനന്ദവർമ്മൻ. ആനന്ദവർമ്മൻ ഏത് ഡൈനാസ്റ്റിയിലെ റൂളറാണ്? ഗംഗാ ഡൈനാസ്റ്റി. വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്ന ടെമ്പിൾ പുരി ജഗന്നാഥ് ടെമ്പിൾ. കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റുന്നത് വൈറ്റ് പഗോഡ പുരി ജഗന്നാഥ് ടെമ്പിൾ ആണ്. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് കൊണാർക്ക് സൺ ടെമ്പിൾ. കൊണാർക്ക് സൺ ടെമ്പിൾ എവിടെയാണ്? ഒഡീഷയിലാണ്. കൊണാർക്ക് സൺ ടെമ്പിൾ ബിൽഡ് ചെയ്ത ആരാണ്? നരസിംഹ ദേവ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. The World Heritage Site പശുപതിനാഥ് ടെമ്പിൾ ഈസ് ലൊക്കേറ്റഡ്. പശുപതിനാഥ് ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പശുപതിനാഥ് ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ്. ഓക്കെ, പശുപതിനാഥ് ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് പശുപതിനാഥ് ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പശുപതിനാഥ് ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് പശുപതിനാഥ് ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മുന്നേശ്വരം ടെമ്പിൾ. മുന്നേശ്വരം ടെമ്പിളും അതുപോലെ കൊനേശ്വരം ടെമ്പിളും എവിടെയാണ് അറിയാമോ? മുന്നേശ്വരം ടെമ്പിളും അതുപോലെ കൊനേശ്വരം ടെമ്പിളും രണ്ടും എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മുന്നേശ്വരം ടെമ്പിളും കൊനേശ്വരം ടെമ്പിളും എവിടെയാണ്? മുന്നേശ്വരം ടെമ്പിളും കൊനേശ്വരം ടെമ്പിളും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? ശ്രീലങ്കയിലാണ് കേട്ടോ. ഓക്കെ, മുന്നേശ്വരം ടെമ്പിളും കൊനേശ്വരം ടെമ്പിളും എവിടെയാണ്? ശ്രീലങ്കയിലാണ്. ഓക്കെ, മുന്നേശ്വരം ടെമ്പിളും കൊനേശ്വരം ടെമ്പിൾ എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ശ്രീലങ്ക. അപ്പോ നമ്മുടെ പശുപതിനാഥ് ടെമ്പിൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ്. മുന്നേശ്വരം ടെമ്പിളും കൊനേശ്വരം ടെമ്പിൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്ക. അതുപോലെ തന്നെ ഗോൾഡൻ റോക്ക് പഗോഡ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഗോൾഡൻ റോക്ക് പഗോഡ. ഓക്കെ, ഗോൾഡൻ റോക്ക് പഗോഡ, ഗോൾഡൻ റോക്ക് പഗോഡ അതെവിടെയാണെന്ന് അറിയാമോ? ഗോൾഡൻ റോക്ക് പഗോഡ അത് മ്യാൻമാറിലാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഗോൾഡൻ റോക്ക് പഗോഡ എവിടെയാണ്? മ്യാൻമാറിൽ. അപ്പൊ ഇത്ര ഓർത്തിരിക്കാമല്ലോ. പശുപതിനാഥ് ടെമ്പിൾ ആണെങ്കിൽ നേപ്പാളില്, മുന്നേശ്വരൻ ടെമ്പിളും കൊനേശ്വരൻ ടെമ്പിളും ആണെങ്കിൽ ശ്രീലങ്ക, ദെൻ ഗോൾഡൻ റോക്ക് പഗോഡ എവിടെയാണ്? മ്യാൻമാറിൽ. എഗെയിൻ ഞാൻ പറയുന്നു, എന്തായാലും നമ്മുടെ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ അനുസരിച്ച് നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ മാക്സിമം ഞാൻ പറയുന്നതിന് കൂടെ തന്നെ കേട്ട് എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. പിന്നീടുള്ള ടൈം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, അതായത് എന്തായാലും നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുകയാണ്. സോ ആ വീഡിയോയുടെ കൂടെ തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. ഓക്കെ, പിന്നീടുള്ള ടൈം ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. In which state are the caves of Ajanta and Ellora caves are located? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പക്ഷേ ഇവിടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഫാക്റ്റുകളെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അജന്ത കേവ്സും എല്ലോറ കേവ്സും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. ഓക്കെ, അജന്ത കേവ്സും എല്ലോറ കേവ്സും ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര. ഈ അജന്ത കേവ്സും എല്ലോറ കേവ്സും മാത്രമല്ല, മഹാരാഷ്ട്രയിൽ നമുക്കൊരു 5 കേവ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ബേസ് ചെയ്ത് 5 കേവ്സ് നോക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നെന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ പറഞ്ഞ എല്ലോറ കേവ്സ്, അജന്ത കേവ്സ്, എല്ലോറ കേവ്സ്, അജന്ത കേവ്സ്, എലിഫന്റ കേവ്സ്, കാർല കേവ്, കൻഹേരി കേവ്സ്. ഈ 5 കേവ്സ് ഓർക്കാലോ. ഓക്കെ, അപ്പൊ എല്ലോറ കേവ്സ്, അജന്ത കേവ്സ്, എലിഫന്റ കേവ്സ്, കാർല കേവ്സ്, കൻഹേരി കേവ്സ് എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. ഓക്കെ, എല്ലോറ, അജന്ത, എലിഫന്റ, കാർല, കൻഹേരി എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? എല്ലോറ കേവ്സ്, അജന്ത കേവ്സ്, എലിഫന്റ കേവ്സ്, കാർല കേവ്സ്, കൻഹേരി കേവ്സ്. ഇതില് ഈ എല്ലോറ കേവ്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ എല്ലോറ കേവ്സിൽ ടോട്ടൽ നമ്പർ ഓഫ് ടെമ്പിൾസ് ആൻഡ് മൊണാസ്റ്ററീസ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. എല്ലോറ കേവ്സിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടെമ്പിൾസ് ആൻഡ് മൊണാസ്റ്ററീസ് അറിയാമോ? എല്ലോറ കേവ്സിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടെമ്പിൾസ് ആൻഡ് മൊണാസ്റ്ററീസ് എത്രയാണ്? എല്ലോറ കേവ്സിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടെമ്പിൾസ് ആൻഡ് മൊണാസ്റ്ററീസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ 34 ആണ്. എത്രയാണ്? 34. അതിനുശേഷം എല്ലോറ കേവ്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നത് ഈ എല്ലോറ കേവ്സ് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഓക്കെ, എല്ലോറ കേവ്സ് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ ബുദ്ധിസം, ജൈനിസം ആൻഡ് ഓൾസോ ഹിന്ദുയിസം.
ഓക്കെ, അപ്പൊ ബുദ്ധിസമായിട്ടും ജൈനിസമായിട്ടും ഹിന്ദുയിസമായിട്ടും എന്ത് റിലേറ്റ് ചെയ്യുന്നു? എല്ലോറ കേവ്സ് റിലേറ്റ് ചെയ്യുന്നു. കഴിഞ്ഞില്ല, ഇനിയും ക്വസ്റ്റ്യൻ വന്നു. ഈ എല്ലോറ കേവ്സിലെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് കൈലാസ ടെമ്പിൾ. ഓക്കെ, എല്ലോറ കേവ്സിലെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് ഇത് കൈലാസ ടെമ്പിൾ. ഈ കൈലാസ ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. എല്ലോറ കേവ്സിലെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് ഇത് കൈലാസ ടെമ്പിൾ. ഈ കൈലാസ ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കൃഷ്ണ ഫസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, കൈലാസ ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണ്? കൃഷ്ണ ഫസ്റ്റ്. അപ്പൊ എല്ലോറ കേവ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് എത്രയാണ്? 34. എല്ലോറ കേവ്സ് ഏതൊക്കെ റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസം, ജൈനിസം ആൻഡ് ഹിന്ദുയിസം. എല്ലോറ കേവ്സിലെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് കൈലാസ ടെമ്പിൾ. ഈ കൈലാസ ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കൃഷ്ണ ഫസ്റ്റ്. കഴിഞ്ഞില്ല, ഒരു കാര്യം കൂടി ഓർക്കുക, അത് റീസെന്റ് ഒരു എക്സാമിന് കണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ കൈലാസ ടെമ്പിൾ, എല്ലോറ കേവ്സിലുള്ള കൈലാസ ടെമ്പിൾ ഏത് റോക്ക് വെച്ചിട്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്? ഈ ഇഗ്നിയസ് റോക്ക് ആയിട്ടുള്ള ബസാൾട്ട് റോക്ക് ആണ് കേട്ടോ. ഇഗ്നിയസ് റോക്ക് ആയിട്ടുള്ള ബസാൾട്ട് റോക്ക്, ഇഗ്നിയസ് റോക്ക് ആയിട്ടുള്ള ബസാൾട്ട് റോക്ക് വെച്ചിട്ടാണ് എന്ത് മേഡ് ചെയ്തിരിക്കുന്നത്? കൈലാസ ടെമ്പിൾ ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലോറ കേവ്സിനെ ബേസ് ചെയ്ത് ഓർക്കാമല്ലോ. എല്ലോറ കേവ്സ് ആദ്യം എവിടെയാണെന്ന് അറിയണം, മഹാരാഷ്ട്ര. എല്ലോറ കേവ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് എന്ന് പറയുന്നത് 34 ആണ്. എല്ലോറ കേവ്സ് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസം, ജൈനിസം ആൻഡ് ഹിന്ദുയിസം. എല്ലോറ കേവ്സിലെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് കൈലാസ ടെമ്പിൾ. ഈ കൈലാസ ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണ ഫസ്റ്റ് ആണ്. എല്ലോറ കേവ്സിലെ കൈലാസ ടെമ്പിൾ ഏത് റോക്ക് വെച്ചിട്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതിന് ആൻസർ ബസാൾട്ട് റോക്ക്. അജന്ത കേവ്സ്, അജന്ത കേവ്സ് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അജന്ത പെയിന്റിങ്സ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസം ഓപ്ഷനിൽ ഉണ്ടാവാം ചിലപ്പോ, അല്ലെങ്കിൽ എന്താ ജാതക ടെയിൽസ് ഇല്ലേ, ജാതക ടെയിൽസ് എഴുതാം, അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നു, അജന്ത കേവ്സിനടുത്തൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ഏതാണ്? ഓക്കെ, അജന്ത കേവ്സിനടുത്തൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ഏതാണ്? ഏതാണ്? വഗോറ റിവർ ആണ്. ഓക്കെ, അജന്ത കേവ്സിനടുത്തൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ഏതാണ്? വഗോറ റിവർ. വീണ്ടും ഞാൻ പറയുന്നു, കണക്ട് ചെയ്ത് പറയുന്ന പോയിന്റ്സുകളെ വേണ്ടാന്ന് വെച്ച് സ്കിപ്പ് ചെയ്യരുത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ വരും. ഓക്കെ, സോ അതുകൂടി എന്ത് ചെയ്യുക, ക്ലിയർലി പഠിച്ചു പോകണം. ഓക്കെ, അപ്പോ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി കൺസോളിഡേറ്റ് ചെയ്ത് പറഞ്ഞു തരട്ടെ. ഞാൻ ഇത്തവണ പറയുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് ഞാൻ പറയുമ്പോഴേ അതിന്റെ ആൻസർ നിങ്ങളുടെ മൈൻഡിൽ വരണം. അതിനുവേണ്ടിയാണ് ഇത്തവണ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അജന്ത കേവ്സ്, എല്ലോറ കേവ്സ്, എലിഫന്റ കേവ്സ്, കാർല കേവ്, കൻഹേരി കേവ് ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇതില് എല്ലോറ കേവ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ 34. ഇത് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസം, ജൈനിസം ആൻഡ് ഹിന്ദുയിസം. എല്ലോറ കേവ്സിലെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് കൈലാസ ടെമ്പിൾ. ഈ കൈലാസ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? കൃഷ്ണ ഫസ്റ്റ് ആണ്. എല്ലോറ കേവ്സിലെ കൈലാസ ടെമ്പിൾ ഏത് റോക്ക് വെച്ചിട്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? ബസാൾട്ട് റോക്ക് ആണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് അജന്ത കേവ്സിനെ പറ്റിയായിരുന്നു. അജന്ത കേവ്സ് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ബുദ്ധിസം, അല്ലെങ്കിൽ ആൻസർ എന്ത് പറയാം? ജാതക ടെയിൽസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു ഫാക്റ്റ് ആണ് എന്ത്? അജന്ത കേവ്സിനടുത്തൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ഏതാണ്? വഗോറ റിവർ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. The Golden Temple is also known as Harmandir Sahib or Darbar Sahib located. അപ്പം ഹർമന്ദിർ സാഹിബ് എന്ന് അറിയപ്പെടുന്നു ഗോൾഡൻ ടെമ്പിൾ അല്ലേ. ഈ ഗോൾഡൻ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം, എവിടെയാണ്? പഞ്ചാബിലെ അമൃത്സറിൽ. ഓക്കെ, ഗോൾഡൻ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പഞ്ചാബിലെ അമൃത്സറിൽ. ഇവിടെ അറിയേണ്ട കാര്യങ്ങൾ, ഗോൾഡൻ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് പഞ്ചാബിലെ അമൃത്സറിലാണെന്ന് പഠിക്കുക. ഗോൾഡൻ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? ഗോൾഡൻ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? ഗുരു അർജൻ ദേവ് ആണ്. ഓക്കെ, ഗോൾഡൻ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു അർജൻ ദേവ്. ഗോൾഡൻ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്ന സിറ്റി ഏതാണ്? അമൃത്സർ സിറ്റി. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അമൃത്സർ സിറ്റി ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? ഓക്കെ, അപ്പൊ ഗോൾഡൻ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു അർജൻ ദേവ്. ഗോൾഡൻ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്ന അമൃത്സർ സിറ്റി ബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഗുരു രാംദാസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഗോൾഡൻ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു അർജൻ ദേവ്. ഗോൾഡൻ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്ന അമൃത്സർ സിറ്റി ബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഗുരു രാംദാസ്. Again question വന്നു,
ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ഗോൾഡൻ ടെമ്പിൾ വാസ് ലെയ്ഡ് ബൈ. ഗോൾഡൻ ടെമ്പിളിന് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടുന്നത് ആര്? ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ഗോൾഡൻ ടെമ്പിൾ വാസ് ലെയ്ഡ് ബൈ ഹസ്രത് മിയാൻ മിർസി. ഓക്കെ, ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ഗോൾഡൻ ടെമ്പിൾ വാസ് ലെയ്ഡ് ബൈ ഹസ്രത് മിയാൻ മിർസി. ഗോൾഡൻ ടെമ്പിളിന് ടോട്ടൽ എത്ര കിലോഗ്രാം ഗോൾഡ് ആണ് കവർ ചെയ്തിട്ടുള്ളത്? അങ്ങനെ ചോദിച്ചാൽ അതിന് ആൻസർ 750 കിലോഗ്രാം. ഓക്കെ, ഗോൾഡൻ ടെമ്പിളിന് ടോട്ടൽ എത്ര കിലോഗ്രാം ഗോൾഡ് ആണ് കവർ ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ അതിന് ആൻസർ 70 കിലോഗ്രാം. ഈ ഗോൾഡ് കവർ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ മഹാരാജ രഞ്ജിത് സിംഗ്. ഓക്കെ, മഹാരാജ രഞ്ജിത് സിംഗ്. മഹാരാജ രഞ്ജിത് സിംഗ്. അപ്പൊ ഗോൾഡൻ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് പഞ്ചാബിലെ അമൃത്സറിൽ. ഗോൾഡൻ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരു അർജൻ ദേവ്. ഗോൾഡൻ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്ന അമൃത്സർ സിറ്റി ബിൽഡ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരു രാംദാസ്. ഗോൾഡൻ ടെമ്പിളിന് ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ഗോൾഡൻ ടെമ്പിൾ വാസ് ലെയ്ഡ് ബൈ ഹസ്രത് മിയാൻ മിർസി. ടോട്ടൽ എത്ര കിലോഗ്രാം ഗോൾഡ് കവർ ചെയ്തിട്ടുണ്ട്? 70 കിലോഗ്രാം. ആൻഡ് ഗോൾഡൻ ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് ഗോൾഡൻ ടെമ്പിൾ വാസ് ഡൺ ബൈ മഹാരാജ രഞ്ജിത് സിംഗ്. കണക്റ്റഡ് ആയിട്ട് പറഞ്ഞ പോയിന്റ്സുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. സ്കിപ്പ് ചെയ്യാതെ പഠിച്ചോളുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ നോക്കേ, ഉദയഗിരി കാന്തഗിരി കേവ് ലൊക്കേറ്റഡ്. അപ്പൊ ഉദയഗിരി കാന്തഗിരി കേവ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഉദയഗിരി കാന്തഗിരി കേവ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ്? ഒഡീഷയിലാണ് കേട്ടോ. ഉദയഗിരി കാന്തഗിരി കേവ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിൽ. എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ബരാബർ കേവ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ബരാബർ കേവ്സും അതുപോലെ തന്നെ ലൊമാസ് ഋഷി കേവും. ഓക്കെ, ബരാബർ കേവ്സും അതുപോലെ തന്നെ ലൊമാസ് ഋഷി കേവും രണ്ടും എവിടെയാണ്? രണ്ടും ബീഹാറിലാണ്. ഓക്കെ, ബരാബർ കേവ്സും അതുപോലെ തന്നെ ലൊമാസ് ഋഷി കേവും രണ്ടും എവിടെയാണ്? ബീഹാറിലാണ്. അപ്പൊ പറഞ്ഞത് നമ്മൾ ഉദയഗിരി കാന്തഗിരി കേവ് ആണെങ്കിൽ എവിടെയാണ്? പഠിച്ചോണേ, ഉദയഗിരി കാന്തഗിരി കേവ് എവിടെയാണ്? ഒഡീഷയിലും. ബരാബർ കേവ്സും ലൊമാസ് ഋഷി കേവും എവിടെയാണ്? ബീഹാറിലും. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, ഉദയഗിരി കാന്തഗിരി കേവ് ആണെങ്കിൽ ഒഡീഷയിലും, ബരാബർ കേവ്സും ലൊമാസ് ഋഷി കേവും ആണെങ്കിൽ എവിടെയുമാണ്? ബീഹാറിലുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ബിൽറ്റ് ബൈ ഷാജഹാൻ. ഇത് ഷാജഹാൻ ബിൽറ്റ് ചെയ്യാത്തത് ഏതാണ്? ഇതിനകത്ത് ഷാജഹാൻ ബിൽറ്റ് ചെയ്യാത്തത് ബുലന്ദ് ദർവാസയാണ്. ബുലന്ദ് ദർവാസ. ബുലന്ദ് ദർവാസ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന സിറ്റിയുടെ എൻട്രി ഗേറ്റ് ആണ്. ദർവാസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേറ്റ് എന്നാണ്. അലൈ ദർവാസ കുത്തബ് മിനാറിന്റെ എൻട്രി ഗേറ്റ് ആണ്. അലൈ ദർവാസ. അലൈ ദർവാസ കുത്തബ് മിനാറിന്റെ എൻട്രി ഗേറ്റ്. കുത്തബ് മിനാർ ബിൽറ്റ് ചെയ്യുന്നത് കുത്തബുദ്ദീൻ ഐബക്ക. കുത്തബ് മിനാറിന്റെ എൻട്രി ഗേറ്റ് ആയിട്ടുള്ള അലൈ ദർവാസ ബിൽറ്റ് ചെയ്യുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞു വന്നപ്പോൾ കണക്ട് ചെയ്തങ്ങ് പറഞ്ഞാണേ. അലൈ ദർവാസ ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പൊ ബുലന്ദ് ദർവാസ എന്ന് പറയുന്നത് ഫത്തേപൂർ സിക്രിയുടെ എൻട്രി ഗേറ്റ് ആണ്. എന്ത്? ബുലന്ദ് ദർവാസ. ഈ ബുലന്ദ് ദർവാസ ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? അക്ബർ ആണ്. ബുലന്ദ് ദർവാസ ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? അക്ബർ. ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കാം, നമ്മൾ പറഞ്ഞു റെഡ് ഫോർട്ട് അല്ലേ? റെഡ് ഫോർട്ട് അല്ലെങ്കിൽ എന്ത് പറയാം? ആഗ്ര ഫോർട്ട് എന്ന് പറയാം. ആഗ്രയുള്ള റെഡ് ഫോർട്ട്, അതിനെന്ത് പറയാം? റെഡ് ഫോർട്ട് അറ്റ് ആഗ്ര എന്ന് പറയാം, ഇല്ലെങ്കിൽ എന്ത് പറയും? ആഗ്ര ഫോർട്ട് എന്ന് പറയും. അപ്പൊ റെഡ് ഫോർട്ട് ആഗ്രയിലും ഉണ്ട്, അതുപോലെ തന്നെ റെഡ് ഫോർട്ട് ഡൽഹിയിലും ഉണ്ട്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ഇതിന് ആൻസർ എഴുതാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ റെഡ് ഫോർട്ട് ആഗ്രയിലും ഉണ്ട്, റെഡ് ഫോർട്ട് എവിടെയുണ്ട്? ഡൽഹിയിലും ഉണ്ട്. ആഗ്രയുള്ള റെഡ് ഫോർട്ടിനെ എന്തെന്നും പറയുന്നുണ്ട്? ആഗ്ര ഫോർട്ട് എന്നും പറയുന്നുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ റെഡ് ഫോർട്ട് ആഗ്രയിലും ഉണ്ട്, റെഡ് ഫോർട്ട് എവിടെയുണ്ട്? ഡൽഹിയിലും ഉണ്ട്. ആഗ്രയുള്ള റെഡ് ഫോർട്ടിനെ എന്ത് പറയും? ആഗ്ര ഫോർട്ട് എന്നും പറയും. ആഗ്രയിലുള്ള റെഡ് ഫോർട്ട് ആണെങ്കിൽ അത് ബിൽഡ് ചെയ്തത് അക്ബർ ആണ്. ആഗ്രയിലുള്ള റെഡ് ഫോർട്ട് ബിൽഡ് ചെയ്ത ആരാണ്? അക്ബർ ആണ്. റെഡ് ഫോർട്ട് ഡൽഹിയിലുള്ളത് ബിൽഡ് ചെയ്ത ആരാണ്? ഷാജഹാൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് അല്ലേ? ഡൽഹിയിലുള്ള റെഡ് ഫോർട്ട് ബിൽഡ് ചെയ്ത ആരാണ്? ഷാജഹാൻ ആണ്. ബുലന്ദ് ദർവാസ ബിൽഡ് ചെയ്ത അക്ബർ. ഇങ്ങനെ ഓർത്തിരുന്നു, ബുലന്ദ് ദർവാസ, ദർവാസ എന്ന് പറയുന്ന ഗേറ്റ്, ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന സിറ്റിയുടെ എൻട്രി ഗേറ്റ് ആണ് ബുലന്ദ് ദർവാസ. ബുലന്ദ് ദർവാസ ബിൽഡ് ചെയ്യുന്ന ആരാണ്? അക്ബർ ആണ്. അങ്ങനെയാണെങ്കിൽ ഓർക്കേണ്ടത് അലൈ ദർവാസ, കുത്തബ് മിനാറിന്റെ എൻട്രി ഗേറ്റ് ആണ് അലൈ ദർവാസ. ബട്ട് അലൈ ദർവാസ ബിൽറ്റ് ബൈ അലാവുദ്ദീൻ ഖിൽജി. റെഡ് ഫോർട്ട് ആഗ്രയിലും ഉണ്ട്, ഡൽഹിയിലും ഉണ്ട്. ആഗ്രയിലുള്ള റെഡ് ഫോർട്ട് അല്ലെങ്കിൽ ആഗ്ര ഫോർട്ട് ബിൽറ്റ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ അക്ബർ. ഡൽഹിയിലുള്ള റെഡ് ഫോർട്ട് ബിൽറ്റ് ചെയ്ത ആരാണ്? ഷാജഹാൻ ആണ്. ഓക്കെ, ബുലന്ദ് ദർവാസ ബിൽറ്റ് ചെയ്ത ആരാണ്? അക്ബർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
The Charminar was built to eradicate which of the following widely spread disease? അപ്പൊ ചാർമിനാർ ഏത് ഡിസീസിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിൽഡ് ചെയ്തത്? ആൻസർ പ്ലേഗ്. ഓക്കെ, ഈ ചാർമിനാർ ബിൽഡ് ചെയ്ത ആളുടെ പേര് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. മുഹമ്മദ് കുലി കുത്തബ് ഷാ ആണ് കേട്ടോ. ഓക്കെ, ചാർമിനാർ ബിൽഡ് ചെയ്ത ആളുടെ പേര് മുഹമ്മദ് കുലി കുത്തബ് ഷാ. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പ്ലേഗ് ഇറാഡിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ചാർമിനാർ ബിൽഡ് ചെയ്യുന്നത്. അതുകൂടെ ഓർക്കുക, പ്ലേഗ് ഇറാഡിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ചാർമിനാർ ബിൽഡ് ചെയ്യുന്നത്. ഈ ചാർമിനാർ ബിൽഡ് ചെയ്യുന്ന ആരാണ്? മുഹമ്മദ് കുലി കുത്തബ് ഷാ. ഓക്കെ ആണല്ലോ, അത് ഓർത്തിരിക്കാമല്ലോ. In which Indian state Namdroling Monastery located? Namdroling Monastery locate ചെയ്യുന്നത് എവിടെയാണ്? ഈ Namdroling Monasteryയുടെ മറ്റൊരു പേരാണ് ബൈലക്കുപ്പെ മൊണാസ്റ്ററി. ഓക്കെ, Namdroling Monasteryയുടെ മറ്റൊരു പേരാണ് എന്ത്? ബൈലക്കുപ്പെ. KU ആണ് ബൈലക്കുപ്പെ മൊണാസ്റ്ററി. ഓക്കെ, Namdroling മൊണാസ്റ്ററിയുടെ മറ്റൊരു പേരാണ് ബൈലക്കുപ്പെ മൊണാസ്റ്ററി. ബൈലക്കുപ്പെ മൊണാസ്റ്ററി. ബൈലക്കുപ്പെ മൊണാസ്റ്ററി അല്ലെങ്കിൽ നംഡ്രോളിംഗ് മൊണാസ്റ്ററി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണെന്നറിയാമോ? നംഡ്രോളിംഗ് മൊണാസ്റ്ററി അല്ലെങ്കിൽ ബൈലക്കുപ്പെ മൊണാസ്റ്ററി കർണാടകയിലാണ് കേട്ടോ. എവിടെയാണ്? കർണാടകയിൽ. അങ്ങനെയാണെങ്കിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് മൊണാസ്റ്ററീസ് കൂടെ ഞാൻ പറഞ്ഞുതരാം. കീ മൊണാസ്റ്ററി, ടാബോ മൊണാസ്റ്ററി, കർഡങ് മൊണാസ്റ്ററി. കീ മൊണാസ്റ്ററി, ടാബോ മൊണാസ്റ്ററി, കർഡങ് മൊണാസ്റ്ററി എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. കീ മൊണാസ്റ്ററി, ടാബോ മൊണാസ്റ്ററി, കർഡങ് മൊണാസ്റ്ററി എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഫൊഡങ് മൊണാസ്റ്ററിയും ഓക്കെ, ഫൊഡങ് മൊണാസ്റ്ററിയും റംതക് മൊണാസ്റ്ററി. ഓക്കെ, ഫൊഡങ് മൊണാസ്റ്ററിയും റംതക് മൊണാസ്റ്ററിയും എവിടെയാണ്? ഫൊഡങ് മൊണാസ്റ്ററിയും റംതക് മൊണാസ്റ്ററിയും എവിടെയാണെന്ന് ചോദിച്ചതിന് ആൻസർ സിക്കിമിലാണ്. തവാങ് മൊണാസ്റ്ററി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ അരുണാചൽ പ്രദേശിലാണ്. തവാങ് മൊണാസ്റ്ററി എവിടെയാണ്? അരുണാചൽ പ്രദേശിൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്നും ഇത്രയും മൊണാസ്റ്ററീസ് ഓർക്കുക. ബാക്കിക്ക് വരുന്ന ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ പറഞ്ഞത് ബൈലക്കുപ്പെ മൊണാസ്റ്ററി. ബൈലക്കുപ്പെ മൊണാസ്റ്ററി ഈസ് ഓൾസോ നോൺ ആസ് നംഡ്രോളിംഗ് മൊണാസ്റ്ററി. എവിടെയാണത്? കർണാടകയിലാണ്. കീ മൊണാസ്റ്ററി, ടാബോ മൊണാസ്റ്ററി, കർഡങ് മൊണാസ്റ്ററി ഹിമാചൽ പ്രദേശിൽ. ഫൊഡങ് മൊണാസ്റ്ററിയും റംതക് മൊണാസ്റ്ററി എവിടെയുമാണ്? സിക്കിമിലുമാണ്. തവാങ് മൊണാസ്റ്ററി എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ അരുണാചൽ പ്രദേശിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീരപക്ഷ ടെമ്പിൾ അറ്റ് ഹംപി. വീരപക്ഷ ടെമ്പിൾ അറ്റ് ഹംപി ഈസ് ഡെഡിക്കേറ്റഡ് ടു. അപ്പൊ വീരപക്ഷ ടെമ്പിൾ ഹംപിയിലാണെന്ന് പറഞ്ഞപ്പോൾ സ്റ്റേറ്റ് മനസ്സിലായി. എവിടെയാണ്? കർണാടക. പക്ഷെ വീരപക്ഷ ടെമ്പിൾ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വീരപക്ഷ ടെമ്പിൾ ബെല്ലാരി ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് വീരപക്ഷ ടെമ്പിൾ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ഏത് ഡിസ്ട്രിക്റ്റിലാണ്? ബെല്ലാരി ഡിസ്ട്രിക്റ്റ്. ആൻഡ് വീരപക്ഷ ടെമ്പിൾ ഡെഡിക്കേറ്റഡ് ടു ലോർഡ് ശിവ. അങ്ങനെയാണെങ്കിൽ കർണാടക എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന ടെമ്പിൾസ്, കാരണം ഡയറക്റ്റ് ആയിട്ട് ടെമ്പിൾ പറഞ്ഞിട്ട് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിക്കാം. അങ്ങനെ നോക്കുന്ന ടെമ്പിൾസ് ഏതൊക്കെയാണെന്ന് പറയാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള വീരപക്ഷ ടെമ്പിൾ, അതിപ്പോ നിങ്ങൾക്ക് അറിയാം. വീരപക്ഷ ടെമ്പിൾ. അടുത്ത് നോക്കേണ്ടത് ഗോമതേശ്വര ടെമ്പിൾ. ഓക്കെ, വീരപക്ഷ ടെമ്പിൾ, ഗോമതേശ്വര ടെമ്പിൾ. അടുത്തെന്ന് പറയുന്നത് ഹൊയസലേശ്വര ടെമ്പിൾ. ഓക്കെ, വീരപക്ഷ ടെമ്പിൾ, ഗോമതേശ്വര ടെമ്പിൾ, ഹൊയസലേശ്വര ടെമ്പിൾ, ചെന്നകേശവ സ്വാമി ടെമ്പിൾ. ഓക്കെ, ചെന്നകേശവ സ്വാമി ടെമ്പിൾ, ചെന്നകേശവ സ്വാമി ടെമ്പിൾ, ചാമുണ്ടേശ്വരി ടെമ്പിൾ, ചാമുണ്ടേശ്വരി ടെമ്പിൾ, മുരുടേശ്വർ ടെമ്പിൾ, മുരുടേശ്വർ ടെമ്പിൾ, കാദ്രി മഞ്ജുനാഥ് ടെമ്പിൾ, കാദ്രി മഞ്ജുനാഥ് ടെമ്പിൾ, കാദ്രി മഞ്ജുനാഥ് ടെമ്പിൾ. അപ്പൊ ഏതൊക്കെയാണ്? വീരപക്ഷ ടെമ്പിൾ, ഗോമതേശ്വര ടെമ്പിൾ, ഹൊയസലേശ്വര ടെമ്പിൾ, ചെന്നകേശവ സ്വാമി ടെമ്പിൾ, ചാമുണ്ടേശ്വരി ടെമ്പിൾ, മുരുടേശ്വർ ടെമ്പിൾ,
കാദ്രി മഞ്ജുനാഥ് ടെമ്പിൾ. എവിടെയാണ്? കർണാടകയിൽ. ഓക്കെ, അപ്പൊ കർണാടക എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കേണ്ടത് ഏതൊക്കെയാ? വീരപക്ഷ ടെമ്പിൾ, ഗോമതേശ്വര ടെമ്പിൾ, ഹൊയസലേശ്വര ടെമ്പിൾ, ചെന്നകേശവ സ്വാമി ടെമ്പിൾ, ചാമുണ്ടേശ്വരി ടെമ്പിൾ, മുരുടേശ്വർ ടെമ്പിൾ, കാദ്രി മഞ്ജുനാഥ ടെമ്പിൾ. ഓക്കെ, വീരപക്ഷ ടെമ്പിൾ കർണാടകയില് ബെല്ലാരി ഡിസ്ട്രിക്റ്റില് ഹംപിയില്. ഇനി വീരപക്ഷ ടെമ്പിൾ ഡെഡിക്കേറ്റഡ് ടു ലോർഡ് ശിവ. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് അങ്ങ് പഠിച്ചോണേ. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോഴത്തേക്ക് ഓക്കെ ആവും. ഓക്കെ, ഒന്നുകൂടി പറയണ്ടല്ലോ. ഗോമതേശ്വര ടെമ്പിൾ, ഹൊയസലേശ്വര ടെമ്പിൾ, ചെന്നകേശവ സ്വാമി ടെമ്പിൾ, ചാമുണ്ടേശ്വരി ടെമ്പിൾ, മുരുടേശ്വർ ടെമ്പിൾ, കാദ്രി മഞ്ജുനാഥ ടെമ്പിൾ. The Kamakya temple is situated in the state of. Kamakya temple locate ചെയ്യുന്നത് എവിടെയാണ്? ആസാമിൽ. അറിയുക, ആസാമിലെ കാമക്യ ടെമ്പിളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഇത് അംബുബാച്ചി മേള. ഓക്കെ, ആസാമിലെ കാമക്യ ടെമ്പിളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഇത് അംബുബാച്ചി മേള. മഹാകുംഭയോ ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ. ഓക്കെ, മഹാകുംഭയോ ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ആണ് ഇത് അംബുബാച്ചി മേള എന്ന് പറയുന്നത്. ആസാമിലെ കാമക്യ ടെമ്പിളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് അംബുബാച്ചി മേള. മഹാകുംഭയോ ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ അംബുബാച്ചി മേളയാണ്. ഓക്കെ, അപ്പൊ കാമക്യ ടെമ്പിൾ ആസാമിലെ കാമക്യ ടെമ്പിളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് അംബുബാച്ചി മേള. ചിലപ്പോൾ അംബുബാച്ചി മേള ഏത് സ്റ്റേറ്റ് ആണെന്ന് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വരും. ഏത് സ്റ്റേറ്റ് ആണ്? ആസാം. ഇനി മഹാകുംഭയോ ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ആണ് ഏത്? അംബുബാച്ചി മേള. അപ്പോൾ കാമക്യ ടെമ്പിള്, അതുപോലെ തന്നെ സുക്രേശ്വർ ടെമ്പിൾ. ഓക്കെ, കാമക്യ ടെമ്പിള്, അതുപോലെ തന്നെ സുക്രേശ്വർ ടെമ്പിൾ, അതുപോലെ തന്നെ പീകോക്ക് ഐലൻഡ് ടെമ്പിൾ. ഓക്കെ, പീകോക്ക് ഐലൻഡ് ടെമ്പിൾ. ഈ പീകോക്ക് ഐലൻഡ് ടെമ്പിൾ ഈസ് ഓൾസോ നോൺ ആസ് ഉമാനന്ദ ടെമ്പിൾ. ഓക്കെ, പീകോക്ക് ഐലൻഡ് ടെമ്പിളിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഉമാനന്ദ ടെമ്പിൾ എന്നറിയപ്പെടുന്നത്. ഇതെല്ലാം എവിടെയാണ്? ആസാമിലാണ്. അപ്പൊ കാമക്യ ടെമ്പിൾ ആസാമിലാണ്, സുക്രേശ്വർ ടെമ്പിൾ ആസാമിലാണ്, പീകോക്ക് ഐലൻഡ് ടെമ്പിളും ആസാമിൽ. പീകോക്ക് ഐലൻഡ് ടെമ്പിൾ ഈസ് ഓൾസോ നോൺ ആസ് ഉമാനന്ദ ടെമ്പിൾ. ഓർത്തിരിക്കാലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മയൂർഭഞ്ച് ചാവു ഈസ് ഡാൻസ് നേറ്റീവ് ടു വിച്ച് സ്റ്റേറ്റ്? റീസെന്റ് ഒരു 2023 തൊട്ട് നടക്കുന്ന എല്ലാ എക്സാമിലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓൾറെഡി 2021 NTPC എക്സാമിന്റെ സമയത്തും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മയൂർഭഞ്ച് ചാവു ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്യും? ഒഡീഷയാണ് കേട്ടോ. അപ്പൊ നമ്മൾ അറിയണം, ചാവു ഡാൻസ് മെയിൻലി 3 ടൈപ്സ്. എത്ര ടൈപ്പ് ഉണ്ടെന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ചാവു മെയിൻലി എത്ര ടൈപ്സ്? 3 ടൈപ്സ്. ഇവിടെ അറിയുക, നമ്മുടെ സംഗീത നാടക അക്കാദമി പ്രകാരമാണെങ്കിൽ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് 8 ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ടേ ആൻസർ ചെയ്യാവൂ. സംഗീത നാടക അക്കാദമി പ്രകാരമാണെങ്കിൽ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ക്ലാസിക്കൽ ഡാൻസ് എത്രയാണ്? 8 ആണ്. ഇനി കൾച്ചറൽ മിനിസ്ട്രി പ്രകാരമാണെങ്കിൽ നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. 1 സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ സംഗീത നാടക അക്കാദമി പ്രകാരമാണെങ്കിൽ ടോട്ടൽ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. കൾച്ചറൽ മിനിസ്ട്രി പ്രകാരമാണെങ്കിൽ ടോട്ടൽ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഈ 9th ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് ആഡ് ചെയ്യുന്നത് ഏതിനെയാണ്? ചാവു ഡാൻസിനെയാണ്. ഓക്കെ, 9th ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് ആഡ് ചെയ്യേണ്ടത് ഏതിനെയാണ്? ചാവു ഡാൻസിനെയാണ്. അപ്പൊ ചാവു എത്ര ടൈപ്സ് ഉണ്ടെന്ന് അറിയുക? 3 ടൈപ്സ്. അത് ഏതൊക്കെയാണെന്ന് അറിയണം. പുരുലിയ ചാവു പഠിച്ചു വെക്കണം കേട്ടോ. പുരുലിയ ചാവു, സെറായ്ക്കല ചാവു, പുരുലിയ ചാവു, സെറായ്ക്കല ചാവു, മയൂർഭഞ്ച് ചാവു. ഓക്കെ, പുരുലിയ ചാവു, സെറായ്ക്കല ചാവു, മയൂർഭഞ്ച് ചാവു. ഇതില് മയൂർഭഞ്ച് ചാവു എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഒഡീഷ. സെറായ്ക്കല ചാവു എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ജാർഖണ്ഡ്. പുരുലിയ ചാവു എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അപ്പൊ ചാവു 3 ടൈപ്സ് ഏതൊക്കെയാണ്? പുരുലിയ ചാവു, സെറായ്ക്കല ചാവു, മയൂർഭഞ്ച് ചാവു. പുരുലിയ ചാവു ആണെങ്കിൽ എവിടെയാണ്? വെസ്റ്റ് ബംഗാളില്. സെറായ്ക്കല ചാവു ആണെങ്കിൽ എവിടെയാണ്? ജാർഖണ്ഡ്. മയൂർഭഞ്ച് ചാവു ആണെങ്കിൽ എവിടെയാണ്? ഒഡീഷ.
ഓക്കെ, അപ്പൊ ചാവു 3 ടൈപ്സ്: പുരുലിയ ചാവു, സറായ്ക്കല്ല ചാവു, മയൂർഭഞ്ച് ചാവു. പുരുലിയ ചാവു ആണെങ്കിൽ വെസ്റ്റ് ബംഗാൾ, സറായ്ക്കല്ല ചാവു ആണെങ്കിൽ ജാർഖണ്ഡ്, മയൂർഭഞ്ച് ചാവു ആണെങ്കിൽ ഒഡീഷ. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്തങ്ങ് പഠിച്ചേക്കുക. ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും അതുമായിട്ട് ഞാൻ വീണ്ടും പറയുന്നു, ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ പഠിച്ചു പോരെ, പറഞ്ഞു തന്നിട്ടുള്ള കണക്റ്റഡ് ഫാക്റ്റുകൾ എല്ലാം അതുപോലെ പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രം പോരാ, എന്ത് വേണം, ഇടയ്ക്ക് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യില്ല നമ്മൾ എന്ത് ചെയ്യും, മറന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക, പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഹാപ്പി ലേണിംഗ്. ഓക്കെ, ബൈ.